എടാ ഉവേ കുര്യാച്ചാ, ഒന്ന് വലിച്ചു കെട്ടടാവേ. ഇവിടെ മുഴുവൻ ഉറുമ്പാന്നേ. ഇങ്ങോട്ട് മാറ്റി. എടാ എന്റെ ചെക്കന്റെ വരവുണ്ടല്ലോ, നാടറിഞ്ഞിട്ടൊന്ന് കിലുങ്ങണം. അതെ, ഇവന്മാര് തന്നെ എടുക്കാതെ എല്ലായിടത്തും എന്റെ കണ്ണത്ര. അതെ എടാ, നോക്കി നിൽക്കാതെ ഒന്ന് പെട്ടെന്ന് ചെയ്യണാവേ. അല്ല 10 മണിയായിട്ട് ഇവരിത് എവിടെ പോയി കിടക്കുക? ഒരു സർക്കാർ ഓഫീസിൽ ഇന്ന് ചാർജ് എടുക്കേണ്ടവൻ ഇതുവരെ ആയിട്ട് എത്തിയില്ലെന്ന് വെച്ചാ ഇവനൊന്നും ഒരിക്കലും നേരെ ആവില്ലെന്നേ. എടാ നീ ഒന്ന് വൃത്തിയിലും വെടുപ്പിലും വലിച്ചു കെട്ടടാവേ. ഞാനൊന്ന് അകത്ത് പോയി അന്വേഷിക്കട്ടെ. സാറേ, ഇവിടുത്തെ ഓഫീസർ ആണോ? ആണെങ്കിൽ പുതിയ സെക്രട്ടറി എത്തിയോ? എപ്പോ എത്തി? 68 കുറേ നേരമായി. വച്ചോ കത്തിച്ചോ. ഓടിക്കോ. അയ്യോ, പഞ്ചായത്ത് ഓഫീസിന് ആരാണ്ട് ബോംബ് വെച്ച്. അകത്ത് ബോംബെടുത്താൽ നമുക്ക് രക്ഷപ്പെടാം. ആരെ പടക്കം പൊട്ടിച്ചേ? കത്തിരിമാര് വല്ലതും വരുന്നുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ ഇതെന്താണോ? സെക്രട്ടറി വന്നത് ചോദിക്കാൻ താരാണോ? കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി. പാലുകറിയാലും മോര് കറിയാലും തനിക്ക് ഇവിടെ എന്താണോ കാര്യം? സെക്രട്ടറി ഉണ്ടോ? ഞാൻ സെക്രട്ടറിയോട് സംസാരിച്ചോളാം. ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ ആരെങ്കിലും ഇത് പോലീസിനെ വിളിക്കും. അകത്തോട്ട് ചെല്ല്. സെക്രട്ടറി എന്തെങ്കിലും ചെയ്യും. പെട്ടെന്നൊന്ന് ചെല്ല്. ഓടാനും വയ്യല്ലോ. സെക്രട്ടറി സെക്രട്ടറി എന്താ? അല്ല, പെൺ സെക്രട്ടറി, മറ്റേ ആൺ സെക്രട്ടറി വരൂ. അല്ല എന്താ ഒന്ന് പറയട്ടോ. ഈ ആൺ സെക്രട്ടറി എന്താ? ആരായാള്? ആരാന്നൊന്നും അറിയത്തില്ല സാറേ. വലിഞ്ഞു കയറി വന്നാന്ന്. വേസ്റ്റ് കൊണ്ട് കളയും പോലെ തള്ളിപ്പിടിപ്പിക്കല്ലേ. പഞ്ചായത്ത് സെക്രട്ടറി കാണണമെന്ന് പറഞ്ഞാ വന്നത്. സാറിനെ വല്ലതും ഉപദ്രവിച്ചായിരുന്നു? എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. പുറത്തെന്തായിരുന്നു സാറേ? പുറത്ത് എന്താണ്ടൊക്കെയോ വലിച്ചു കെട്ടിട്ടുണ്ട്. അല്ല, ഈ പെൺ സെക്രട്ടറി ആൺ സെക്രട്ടറി എങ്ങനെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഇത് ഗുണ്ടുപടി വെറുതെ ആയോ? ഒരു മിനിറ്റ്. അതാ നീ ഇരിക്കേണ്ട കസേരയിൽ ഒരു പെണ്ണ് അതെങ്ങനെ വന്നു? നീ ഇത് ചാർജ് എടുക്കണ്ടല്ലേ? അത് ഞാൻ വിട്ടു. എടാ എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ. എടാ നീ ആ ജോലി വിട്ടോ? എടാ നിന്റെ അപ്പം മാത്രം പറയിപ്പിക്കല്ലേ കേട്ടാ. അയ്യോ അമ്മച്ച, ഇങ്ങനെയൊന്നും പറയാതെ. ഞാൻ ഇപ്പൊ വരാം. പോടാ. ഫോൺ എന്തൊക്കെയും കാണണം എന്നെ ദൈവമേ. ആളെ കളിയാക്കുന്നു. എന്റെ കൊണ്ടുകൂടി വേസ്റ്റായി. എങ്ങോട്ടാ? ദോണ്ട സാറേ, അത് കണ്ടോ? കഞ്ഞിപ്പാടൊക്കെ കഴിഞ്ഞു. സ്ഥലത്തുനിന്ന് പറയണമെന്ന് പറഞ്ഞല്ലേ ഏട്ടാ. പാടത്തേക്ക് നോക്കിയിരിക്കാം. മാറി എവിടെ നോക്കിയിരിക്കും. വാ ഇറങ്ങി.
ചെലപ്പോ സാറേ ആ കോര സാർ എന്തേ 2 ദിവസമായിട്ട് ലീവിലാന്ന്. എന്താ കാര്യം? ആ പാലാരം കണ്ട് പോന്ന് പറഞ്ഞു കേട്ടു. എങ്ങനെയുണ്ട് ഗൗതമൻ സാറിന്റെ പുതിയ ജോലി? സാറ് രക്ഷപ്പെട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് 1-ാം തീയതി ശമ്പളം കിട്ടും. ഞങ്ങളുടെ കാര്യം ഇപ്പോഴും ഊർജിതമായിട്ട് പോവുക. ഗൗതമി സാറേ കുറച്ച് തിരക്കുണ്ട്, ഇപ്പൊ തന്നെ സമയം ലേറ്റ്. ആ ഡോർ നടച്ചേ. അപ്പൊ ഗൗതമി സാറേ കോര സാർ വരുമ്പോ ഞാൻ പറയാം. ചിലപ്പോ സാറേ വണ്ടി എടുത്തേ, ഇവിടുന്ന് കയറാനൊക്കെ ടിക്കറ്റ് എടുത്തേ. ചില്ലറ തരണം കേട്ടോ. നിങ്ങളോട് ദേഷ്യപ്പെട്ടല്ല ചില്ലറത്തോണ്ട്. ഇരിക്ക്, ബസ് വരെ ഇച്ചിരി ടൈം എടുക്കും. സാരല്ലേ ചേച്ചി, ഇപ്പൊ വരും. കോര സാറേ ഗൗതമി സാർ വരുന്നു. ഇന്നെങ്കിലും ഈ കാര്യത്തിൽ തീർപ്പുണ്ടാകാം. ഒന്നും മിണ്ടായിരിക്കും ചിലപ്പോ സാറേ. എത്ര ഗൗതമി സാർ ഇന്നെന്താ ലേറ്റ് ആയത്? 2-3 ദിവസമായിട്ടേ ഒരു കാര്യം അറിയാൻ വേണ്ടിട്ട് ഒരാളെ തിരക്കി നടക്കുമായിരുന്നു. ഇനി അത് അറിഞ്ഞിട്ടേ പോകുന്നു. കൈനഗിരി ഇറങ്ങാനുള്ളൊരു ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ തൽക്കാലം തന്നെ ഇറങ്ങും. സാറപ്പ എന്നോട് മിണ്ടൂലെന്ന് തീരുമാനിച്ചിട്ടല്ലേ? ശരി. അതെ, ടിക്കറ്റൊക്കെ ഓക്കെ അല്ലേ? എനിക്ക് പറയാനുള്ളത് അതിനകത്തുണ്ട്. ഒത്തിരി PSC ഒക്കെ എഴുതിയല്ലേ, ആലോചിച്ചിട്ട് കണ്ടുപിടിക്കും. ബഹുമാനപ്പെട്ട മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്ന ഓരോ വിഷയങ്ങളും വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. ഇതിനൊക്കെ വ്യക്തമായ ഓരോ ഫോളോ അപ്പുകളും മെമ്പർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഞാൻ അറിയിക്കുക. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുവാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കമ്മിറ്റി അവസാനിച്ചിട്ട് അറിയിക്കുന്നു. ഓക്കെ, ശരി സാർ. പ്രസിഡന്റ്, ഇതിലൊരു ഒപ്പിടാനുണ്ട്. മേരി, ഓ എന്താ സാറേ? കൈക്കൂലി കേസിൽ പെട്ടിട്ടുണ്ടല്ലേ? ഈ യാക്കോബ് ആരാ? അയ്യോ എന്റെ പൊന്നു സാറേ, എനിക്ക് ആളെ അറിയത്തേ ഇല്ല. ആരാ സാറേ അത്? പറ. ഈ യാക്കോബ് 2:15 യാക്കോബിന്റെ എന്തോന്ന്? ഈ യാക്കോബ് 2:15-16 എന്തുവാ? ആ യാക്കോബായിരുന്നോ? അതങ്ങ് ബൈബിളിലുള്ളതാ സാറേ. അറിയോ? കാണാതൊന്നും അറിയത്തില്ല, ഞാൻ വേണേ നോക്കി പറയാം. നോക്ക്. നോക്കട്ടെ. ആ കിട്ടി സാറേ, കിട്ടി കിട്ടി. ഒന്ന് വായിച്ചേ. എന്തോത്തിനാ? വായിക്കേ. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? സാറേ കേട്ടോ? കേട്ടു. ഇതായിരുന്നോ? താങ്ക് യു മേരി. അല്ലെ ഇനിയുണ്ട് വചനം. പൊക്കോ. പോനെ. ഭാഗ്യം ലൈറ്റ് വീണു. അമ്മേ കൈനഗരി കായലിലെ കാറ്റിന്റെ ഗൗതമി സാറോ? എന്താ ഇത് പേടിപ്പിക്കാനായിട്ട്? സമയമൊന്നും മാറിയിട്ടില്ലല്ലോ. ഗൗതമി സാറേ, നിങ്ങൾ ഇത് എവിടെ പോയിട്ട് വരുന്നു വെളുപ്പം കാലത്ത്? കോര സാറിനെ കാണാൻ വല്ലതാണ്? ഒന്നുമില്ലാതെ
വെറുതെ വരാൻ. ആ ചെലവ് സാറേ വണ്ടിയെടു. വണ്ടി എടുക്കാൻ സമയമായി. അയ്യോ, ഇത് കോരയ്ക്കുള്ളതല്ല, യാക്കോബിനുള്ളതാ. കുട്ടികൾ തൊങ്ങി കളിയേക്കും. സ്റ്റാൻഡോടെ ഭീമൻ ചേട്ടനോ? എന്താ വിശേഷം? അല്ല, ഇന്ന് പൊതു അവധി കാരണം ഗൗതമി ഇവിടെ തന്നെ ഉണ്ടാവുന്ന ഞാൻ ഊഹിച്ചു. അല്ലേലും ഊഹിക്കാൻ ഭീമൻ ചേട്ടൻ എടുക്കണാണല്ലോ. താങ്ക് യു. ഞാനിവിടെ ഇരുന്നോളാട്ടോ, ചായ ഒന്നും വേണ്ട. അതെ, എനിക്ക് സീറ്റില്ലേ? അടുത്ത ഇലക്ഷൻ അവിടെ ഇരിക്കും. അതൊന്നും വേണ്ട, കമ്മീഷൻ കറക്റ്റ് കിട്ടിയാ. അമ്മയല്ലേ ഗൗതമി? ഉണ്ട്. അമ്മേനൊന്ന് വിളിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അമ്മേ, അമ്മേ. ദാ ഭീമൻ ചേട്ടൻ വിളിക്കുന്നു. വരുന്നു. എന്താ മോളെ? അറിയില്ല. എന്താ ഭീമ വിശേഷിച്ച്? ഒരു കല്യാണാലോചനയാ. കല്യാണാലോചനയോ? ആർക്ക്? ദേ ഇരിക്കുന്നു ഭീമൻ. കണ്ടാ ഞെട്ടിയത്. ദേ ഒരു ഞെട്ടലില്ലായിരിക്കുന്നു. പോവാണോ? ഇനി അകത്ത് പോയി ഞെട്ടാനായിരിക്കും. അമ്മേ, എനിക്ക് ചായ ഇടുമ്പോ മധുരം കുറച്ച് മതിയേ. എനിക്ക് മധുരം കഴിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല. എന്നാ ഏകത്തിൽ പഞ്ചസാര തുടക്കം വീഴുങ്ങട്ടെ. കാണിച്ചു തരുന്നുണ്ട്. എന്തുവാടി ഇത്? പറഞ്ഞുവിടാൻ നോക്ക്. കാണാൻ ഗൗതമേക്കാൾ പ്രായക്കുറവായിട്ട് തന്നെ തോന്നുമെങ്കിലും പ്രായത്തിൽ ഞാനാണല്ലോ മൂത്തത്. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വേഷം വെച്ചിട്ട് ഞാൻ പുറത്തുപോയി പെണ്ണാണെന്നത് ഗൗതമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതെ, സത്യം. അത് മാത്രമല്ല, പിന്നെ പാർട്ടിയിലെ എന്റെ സ്വാധീനം വെച്ചിട്ട് ഞാൻ ഏത് നിമിഷവും MLA MP ആവാലോ. പിന്നെ പെണ്ണ് കാണാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതാ ഞങ്ങൾ ഓടിപ്പിടിച്ചുകൊണ്ട് പോകുന്നത്. ചേട്ടൻ MLA ആവുന്ന ഞാൻ മിക്കവാറും സ്വപ്നം കാണാറുണ്ട്. ആ നാക്കൊന്ന് കാട്ടി. അയ്യോ, എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞേ? സത്യം പറയാലോ? സത്യം പറഞ്ഞാ മതി. എനിക്ക് ഭീമൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കള്ള. ഞാൻ ഇവളുമാരോട് പറയാറുണ്ടെന്നേ, ഭീമേട്ടനെ പോലെ ഒരു ആങ്ങളുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ബലമാണ്, അല്ലേ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ബന്ധമുള്ള കാര്യം എന്നോട് പറഞ്ഞായിരുന്നോ? എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ. ദോ അദ്ദേഹവും പറഞ്ഞില്ല. അതിന് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് എനിക്കും അറിയത്തില്ലല്ലോ. അയ്യോ, ഉണ്ണിച്ചേട്ടൻ അറിയത്തില്ലേ? ഇതിന്റെ സ്വന്തം ജ്യേഷ്ഠനാ. വാ പോകാം. അയ്യോ, ഭീമേട്ടൻ പോവാണോ? എനിക്ക് പാർട്ടി കമ്മിറ്റി ഉള്ളതാണ്. അയ്യോ ഭീമേട്ട പോവല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. അമ്മ ചായ എടുത്തേ. ചായയും പരിപാടിയൊക്കെ ആ പാർട്ടി ഓഫീസിൽ കിട്ടും. വാടോ മോളെ, ആങ്ങളും കൂട്ടുകാരും പോവാട്ടോ. അയ്യോ, പെട്രോൾ അടിക്കാൻ പൈസ തന്നിട്ട് പോ. പൈസ ഒന്നുമില്ല, താൻ തള്ളിക്കൊണ്ടു പോയാ മതി. സഖാവേ, ഈ വക്കീലിനോടും ഡോക്ടറോടും പ്രത്യേകിച്ച് ബ്രോക്കറിനോടും കള്ളം പറയാൻ പാടില്ല. സത്യം ഉണ്ടേ പറയൂ. പിടിച്ചോണ്ട് വലിയ മറ്റേ താടിക്കാൻ തീയിടും. ഒരു കണക്കിന് ഈ എറണാകുളം വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടാഞ്ഞു ഒരു ബിസ്ക്കറ്റ് പോലും തന്നില്ല. മുതുകളവാ, അവനെ പെണ്ണ് കിട്ടാഞ്ഞിട്ട് നിനക്ക് ബിസ്ക്കറ്റ് ഓടുന്നു. പഞ്ചാര ബിസ്ക്കറ്റ് താൻ ഷുഗർ വന്ന്. അയ്യോ, എവിടെ പോണ്? താൻ നടന്നു പോയാ മതി, ഞാൻ വേറെ വഴിക്കാം. പോടോ. ഇവിടെ പുറമെ കാലിയാണ്. മക്കളെ മാറിക്കോ, ഞാൻ മൊത്തം ഞെട്ടിയിരിക്കുക. ഞാനിത് ബില്ല് ചെയ്യാം. ഒരു കണക്കിന് ഞാൻ എന്നാ പണ്ട, ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്റെ വഴി ഇതല്ലേ.